83, 85 കാലഘട്ടത്തിലെ യൂണിവേഴ്സിറ്റി കോളേജിൽ MSc മാത്തമാറ്റിക്സ് വിദ്യാർത്ഥിയായിരുന്നു. ഹോസ്റ്റൽ ലൈഫ്, യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഹോസ്റ്റൽ വഴുതക്കാടുള്ള വിമൻസ് ഹോസ്റ്റലിൽ തന്നെ അഡ്മിഷൻ കിട്ടി. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റി. വീട്ടിൽ പോകേണ്ട, യാത്ര ചെയ്യേണ്ട, വീട്ടു ജോലികളൊന്നും ചെയ്യേണ്ട, സുഖം. കോളേജിൽ നിന്ന് നടന്ന് ഹോസ്റ്റലിലെത്തും, ഉച്ചഭക്ഷണം കോളേജിൽ എത്തിച്ചേരും, അവിടെ ഇരുന്ന് കഴിച്ച് പഠിച്ചാൽ മാത്രം മതി. പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കിട്ടി. അങ്ങനെ എന്നാൽ കഴിയാവുന്ന പോലെ ഞാൻ പരമാവധി പരിശ്രമിച്ചു. പഠിത്തമേ ശരണം, പഠിച്ചുകൊണ്ടേയിരുന്നു. 2ാം വർഷം ഏകദേശം പകുതിയായപ്പോൾ അന്നത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അധ്യാപകൻ ദേവദാസ് മാഷ് എന്നെ അടുത്ത് വിളിച്ചു. പതിവില്ലാതെ വിളിക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു അത്ഭുതമായിരുന്നു. സാറ് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇനി പഠിക്കുന്നില്ലേ? സാറിന് എന്തെങ്കിലും ദേഷ്യം വന്നോ എന്ന്, അങ്ങനെ ഒരു നെഗറ്റീവ് തോട്ടിലാണ് ഞാൻ സാറിൻ്റെ അടുത്ത് ചെന്നത്. അപ്പോൾ സാറ് വിളിച്ചത് മറ്റൊന്നുമല്ല, PSC ഈ വർഷം നോട്ടിഫിക്കേഷൻ വരും, കോളേജ് അധ്യാപകരുടെ വേക്കൻസി ഈ വർഷം വിളിക്കും, ഒരുപാട് നാളായി വിളിച്ചിട്ട്, അത് ശ്രദ്ധിക്കണം. അത് വരുമ്പോൾ ഞാനും പറഞ്ഞു തരാം, ഈ വർഷം വിളിക്കും. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ മുസ്ലിം കാറ്റഗറിയിൽ ആരും ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നില്ല, ആപ്ലിക്കൻസ് കുറവായിരുന്നു, വേക്കൻസി കിടപ്പുണ്ട്, അതുകൊണ്ട് അപ്ലൈ ചെയ്താൽ കിട്ടും, അപ്ലൈ ചെയ്യണം എന്ന് പറയാനാണ് എന്നെ സാറ് വിളിച്ചത്. അതുവരെ ഞാൻ അങ്ങനെ ചിന്തിച്ചതേ ഇല്ല. കോളേജ് അധ്യാപകരുടെ ടെസ്റ്റ് എഴുതണം എന്ന് ചിന്തിച്ചത് പോലുമില്ല. അങ്ങനെ മനസ്സിൽ ആ ചിന്ത ഉടക്കി കിടന്നു. അല്പം കഴിഞ്ഞു, കുറച്ച് നാളുകൂടെ കഴിഞ്ഞു, ഏകദേശം ഫിനിഷിംഗ് പരീക്ഷകളൊക്കെ തുടങ്ങിയപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു. എല്ലാവർക്കും ഒപ്പം ഞാനും അപ്ലൈ ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞ് അതിനാവശ്യമായ മറ്റ് ഡോക്യുമെൻറ്റ്സ് പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോൾ അതെല്ലാം കൊണ്ടു കൊടുത്തു. പരീക്ഷയ്ക്ക് സമയമായി. അപ്പോൾ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം? PSC പരീക്ഷ ആദ്യമായിട്ട് എഴുതുകയാണ്, വേറെ ക്ലറിക്കലോ അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല, ആദ്യത്തെ PSC പരീക്ഷ. അപ്പം നേരെ PSC ഓഫീസിൽ ബന്ധപ്പെട്ടു. എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയെ അന്ന് PSCയിലെ ഒരു ഉദ്യോഗസ്ഥൻ വിവാഹം കഴിച്ചിരുന്നു. അവർ വഴി PSCയിൽ നിന്നൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സംഘടിപ്പിച്ചു. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ എനിക്കൊരു സമാധാനമായി. കാരണം മോസ്റ്റ്ലി നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് തന്നെ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുള്ള പാഠപുസ്തകം നമ്മുടെ സിലബസിനകത്തു നിന്ന് തന്നെ മോസ്റ്റ്ലി ഉണ്ട്. പക്ഷേ ഔട്ട് ഓഫ് സിലബസ് കൂടി പഠിക്കാനുണ്ട്. അതെങ്ങനെയെന്ന് അറിയാതെ വിഷമിച്ചിരുന്നപ്പോൾ യൂണിവേഴ്സിറ്റി ലൈബ്രറി തന്നെ ഞാൻ വീണ്ടും പോയി. അതായത് ജനറൽ ആയിട്ടുള്ള മാത്തമാറ്റിക്സിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അതിൻ്റെ മാത്തമാറ്റീഷ്യൻസിനെ പറ്റിയും മറ്റ് ടെക്നിക്കുകളെ പറ്റിയും അതിൻ്റെ ഹിസ്റ്ററിയും ഒക്കെയുള്ള കാര്യങ്ങളൊന്നും ഗ്രാഹ്യമില്ലായിരുന്നു. അങ്ങനെ ലൈബ്രറിയിൽ പോയി അതുമൊക്കെ റെഡിയാക്കി വായിച്ച് റെഫർ ചെയ്ത് എഴുതിയെടുത്ത് ഞാൻ വെൽ പ്രിപ്പയർഡായി എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഞാൻ വെൽ പ്രിപ്പയർഡ് ആണെന്ന്. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്നില്ലല്ലോ. എന്തിനു പറയുന്നു, പരീക്ഷ എഴുതിയപ്പോൾ അതാ ആകെ ഡൗണായി. വിചാരിച്ച പോലെ എഴുതാൻ പറ്റിയില്ല. എനിക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ ഞാൻ വരില്ല, എനിക്ക് കിട്ടൂല എന്ന് ഞാൻ ഒരു 90% ഉറപ്പിച്ചു. എനിക്ക് ഈ PSCയിൽ ഈ ലെക്ചർ പോസ്റ്റ് കിട്ടത്തില്ല. അങ്ങനെ ആകെ സങ്കടത്തോടെ ഇനി അടുത്ത ഓപ്ഷൻ എന്ത്, B.Edന് പോവാം. അങ്ങനെ ഒരു വർഷം ലാപ്സായി. അതിനടുത്ത വർഷം വർക്കല നെടുങ്കണ്ട SN ട്രെയിനിങ് കോളേജിൽ B.Edന് ചേർന്നു. ഒരു വർഷത്തെ B.Ed പഠനം, അന്നൊരു വർഷം മതി. അതിൽ ടീച്ചിങ് സ്കിൽസും സ്റ്റുഡൻറ് സൈക്കോളജി അതുപോലുള്ള സിലബസുകളും പഠിത്തവും കൂടെ ആയപ്പോൾ നല്ല എനർജിയായി. ഒരു അധ്യാപികയാകാനുള്ള നല്ലൊരു എനർജി കിട്ടി. ഇതിനിടയ്ക്ക് ട്യൂഷനും ഉണ്ട് കേട്ടോ, വീട്ടിൽ ട്യൂഷൻ എടുക്കുന്നുണ്ട്. പൈസയൊന്നും കിട്ടത്തില്ല, എന്നാലും ട്യൂഷനുണ്ട്. പിന്നെ ഒരു ട്യൂട്ടോറിയലിൽ പ്രൈവറ്റായിട്ട് പോയി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. കാരണം സാമ്പത്തിക സ്ഥിതി മോശമല്ലേ, അപ്പം സൈഡ് വൈസായിട്ട് ഇതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ SN ട്രെയിനിങ് കോളേജിൽ നിന്ന് B.Edും കഴിഞ്ഞു.
ഇനി സ്കൂളിലെ പരീക്ഷ എഴുതാം, സ്കൂൾ ധാരാളം ഉണ്ടല്ലോ, ധാരാളം വേക്കൻസി ഉണ്ടല്ലോ, സ്കൂളിലെ പരീക്ഷ എഴുതാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ PSCയുടെ ലെക്ചർ പോസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു, ഇൻ്റർവ്യൂവിന് കാർഡ് വന്നു. അപ്പോൾ സമാധാനമായി. ഓക്കെ, ഞാനും എന്തൊക്കെയോ എഴുതിയിരിക്കുന്നു, എനിക്കും കിട്ടിയല്ലോ. അപ്പോൾ എനിക്ക് പഴയ കാര്യം വീണ്ടും ഓർമ്മ വന്നു. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ റൊട്ടേഷൻ അവിടെ കിടപ്പുണ്ട്, റൊട്ടേഷൻ വഴി എന്നെയും പരിഗണിച്ചാലോ എന്നൊരു ചെറിയൊരു ആശ്വാസം മനസ്സിൽ കിടന്നു. വീണ്ടും പഠിത്തമായി. ഇൻ്റർവ്യൂ എങ്ങനെ ഫേസ് ചെയ്യും? അപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂവിനെ പറ്റിയൊന്നും അറിയില്ല. ആദ്യത്തെ അല്ല, വേറൊരു ഇൻ്റർവ്യൂ കൂടെ പോയിട്ടുണ്ട്. ആദ്യത്തെ അല്ല, മറ്റൊരു ഇൻ്റർവ്യൂ കൂടെ പോയിട്ടുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. രണ്ടാമത്തെ ഇൻ്റർവ്യൂ. അപ്പോൾ ഈ രണ്ടാമത്തെ ഇൻ്റർവ്യൂ PSCയുടേതല്ലേ, എങ്ങനെ ആയിരിക്കും എന്നൊക്കെ വളരെ ഭയത്തോടു കൂടി, ആളുകളെ എങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെയുള്ള ഭയത്തോടു കൂടിയാണ് രണ്ടാമത്തെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, സമയം കഴിഞ്ഞു, റാങ്ക് ലിസ്റ്റ് വന്നു. അതാ ഉണ്ട്, 14ാമത് ഞാനും ഉണ്ട്. ആദ്യത്തെ മുസ്ലിമായിട്ട് 14ാമത് ഞാനുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. ഞാനും എന്തൊക്കെയോ പഠിച്ചെഴുതി, മെറിറ്റിൽ തന്നെ ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു പൊടി ഗമയൊക്കെ വന്നു കേട്ടോ. ഞാൻ തീരെ മോശമല്ല, ഞാനും പഠിച്ചൊക്കെ എഴുതിയ റാങ്ക് കിട്ടും അല്ലെങ്കിൽ മെറിറ്റ് കിട്ടും എന്നൊരു ആത്മവിശ്വാസം അപ്പോഴാണ് കൈവന്നത്. അങ്ങനെ ആദ്യത്തെ ആളെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോസ്റ്റ് ചെയ്തു. ഫസ്റ്റ് 1ാം റാങ്കുകാരന് പോസ്റ്റിംഗ് കഴിഞ്ഞാൽ 2ഉം 3ഉമായിട്ട് രണ്ടാമതൊരു വേറൊരാൾ, 3ാമത് എനിക്കും PSCയിൽ നിന്ന് അഡ്വൈസ് ലെറ്റർ വന്നു. പോസ്റ്റിംഗ് ആയി. ഫസ്റ്റ് പോസ്റ്റിംഗ് ഗവൺമെൻറ് കോളേജ് ചിറ്റൂർ, പാലക്കാട്. അങ്ങനെ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ കോളേജ് അധ്യാപിക, ജൂനിയർ ലെക്ചററാണെന്ന്, ജൂനിയർ ലെക്ചററായിട്ട് 1988 നവംബർ 9-ാം തീയതി ഗവൺമെൻറ് കോളേജ് ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ കോളേജ് അധ്യാപികയായിട്ട് SB സാറിൻ്റെ മുൻപിൽ, അന്നത്തെ HOD SB സാറാണ്, ബാലകൃഷ്ണ സാർ, മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് HOD SB സാറിൻ്റെ മുൻപിൽ, അതുപോലെ അന്ന് രാമൻ മേനോൻ സാറാണ് പ്രിൻസിപ്പാൾ, അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഞാൻ അധ്യാപികയായി ജോയിൻ ചെയ്തു. അങ്ങനെ അധ്യാപന ജീവിതം ഗവൺമെൻറ് കോളേജ് ചിറ്റൂരിൽ 1988 നവംബർ 9-ന് ആരംഭിച്ചു. അതുവരെ ഒരു വിദ്യാർത്ഥിയായിരുന്ന ഞാൻ എൻ്റെ അധ്യാപകർക്കൊപ്പം വളർന്നെത്തി, അവർക്കൊപ്പം ചെന്ന് നിന്ന്, അവരോടൊപ്പം അടുത്ത് കസേരയിലിരുന്ന് അവർക്കൊപ്പം പഠിപ്പിക്കാൻ ഞാനും യോഗ്യയായി. നിശ്ചയദാർഢ്യവും ഭാഗ്യവും ദൈവാധീനവും എല്ലാം അനുകൂലമായതുകൊണ്ട് ഞാനും അവിടെ എത്തപ്പെട്ടു. ഇതിൻ്റെ പിറകിൽ കഠിനമായ പരിശ്രമം, നേടിയെടുക്കണമെന്നുള്ള കഠിനമായ ചിന്തയും അശ്രാന്ത പരിശ്രമവും ആ ജോലിക്ക് പിറകിൽ ഉണ്ടായിരുന്നു. ഒപ്പം ഭാഗ്യവും കൂടി തുണച്ചപ്പോൾ ആ ജോലി കരഗതമായി.